ഹായ് കൂട്ടുകാരെ, കുരിക്കൽ എന്റർടൈൻമെന്റ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും ത്രില്ലിംഗ് എപ്പിസോഡുമായാണ് ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത്. കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ നീലഗിരി മലനിരകൾക്കിടയിലൂടെയുള്ള അവിസ്മരണീയമായ യാത്ര. മസിനഗുഡിയിലെ വനപാതയിലൂടെയുള്ള ഡ്രൈവ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. ഞാനും എന്റെ പ്രിയ കൂട്ടുകാരായ ഷംസുദ്ദീൻ, മുസ്തഫ, ഷിഹാബ്, ഫൈസൽ, ഷമീം എന്നിവരും ചേർന്നാണ് ഈ സാഹസിക യാത്ര നടത്തിയത്. ഇവർ എല്ലാവരും നല്ല തമാശക്കാരും കൂടെയുണ്ടെങ്കിൽ ബോറടിക്കാൻ സമ്മതിക്കാത്തവരുമായതുകൊണ്ട് യാത്ര വളരെ രസകരമായിരുന്നു. ഞങ്ങളുടെ യാത്രാ ഡ്രൈവർ യൂനുസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പരിചയം ഈ യാത്രയെ കൂടുതൽ സുരക്ഷിതമാക്കി. യാത്രയുടെ ഹൈലൈറ്റുകൾ: കാടിന്റെ സ്വന്തം അതിഥികളെ അടുത്തറിഞ്ഞ നിമിഷങ്ങൾ, അപ്രതീക്ഷിത വന്യജീവി വിരുന്ന്. മസിനഗുഡിയിലെ വനപാതയിലൂടെയുള്ള യാത്രക്കിടയിൽ വഴിയരികിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവികളെ കണ്ടപ്പോൾ ഞങ്ങൾ ശ്വാസമടക്കി നിന്നുപോയി. യാത്രയുടെ ഭംഗി കൂട്ടിയ ആ ദൃശ്യങ്ങൾ ഇവയാണ്. മാൻകൂട്ടങ്ങൾ പ്രധാന ആകർഷണം. റോഡിന് ഇരുവശത്തും കൂട്ടം കൂട്ടമായി മേഞ്ഞു നടക്കുന്ന മനോഹരമായ മാനുകൾ. കാട്ടാനക്കൂട്ടം. കാടിളക്കി വരുന്ന ആനക്കൂട്ടത്തെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ. കാട്ടുപോത്ത്, ഗൗർ. കരുത്തനായ കാട്ടുപോത്തിന്റെ അപ്രതീക്ഷിത ദർശനം. മയിലും കുരങ്ങുകളും. വനപാതയുടെ പച്ചപ്പിൽ വർണ്ണക്കാഴ്ചകൾ സമ്മാനിക്കുന്ന മയിലുകളും കുസൃതിക്കാരായ കുരങ്ങന്മാരും. ഈ വീഡിയോ എന്തുകൊണ്ട് കാണണം? സാഹസികതയും ചിരിയും, പ്രകൃതിയുടെ സൗന്ദര്യവും വന്യജീവി ദൃശ്യങ്ങളും മാത്രമല്ല, കൂട്ടുകാരുടെ തമാശകളും ചിരുനിമിഷങ്ങളും ഈ വീഡിയോയെ കൂടുതൽ മനോഹരമാക്കുന്നു. സാഹസികത നിറഞ്ഞ റൂട്ട്. മസിനഗുഡിയിലെ വനപാതയിലൂടെയുള്ള ഡ്രൈവിംഗ് അനുഭവവും അതിന്റെ അതിമനോഹരമായ കാഴ്ചകളും. വന്യജീവികളുടെ സ്വാഭാവിക ജീവിതം. വന്യജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ ശല്യം ചെയ്യാതെ കാണാൻ കഴിഞ്ഞ അപൂർവ നിമിഷങ്ങൾ. കാണാതെ പോകരുത്. ഈ രസകരമായ യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കാനായി വീഡിയോ മുഴുവനായും കാണാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രധാന അറിയിപ്പ്: വന്യജീവി മേഖലയിലൂടെയുള്ള യാത്രയിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. മൃഗങ്ങൾക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുരിക്കൽ എന്റർടൈൻമെന്റ് ചാനലിലൂടെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വലിയ സന്തോഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ യാത്രാ വീഡിയോകൾക്കും എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ കുരിക്കൽ എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. ടീം കുരിക്കൽ എന്റർടൈൻമെന്റ്. ഷംസുദ്ദീൻ, മുസ്തഫ, ഷിഹാബ്, ഫൈസൽ, ഷമീം, യൂനുസ് എന്നിവരോടൊപ്പം. അന്നത്തെ അക്കറ്റാക്കി ഓണപ്പത്തിനാക്കിയോ? മനോഹരമായ കാഴ്ച കൊണ്ടും ആകർഷകമായ നൃത്തം കൊണ്ടും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് മയിൽ. 1. പ്രധാന സവിശേഷതകൾ. ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. മനോഹരമായ പീലി. മയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നീളമുള്ളതും വർണ്ണാഭവുമായ പീലിയാണ്. പീലികളിൽ കണ്ണിന്റെ ആകൃതിയിലുള്ള പുള്ളികൾ കാണാം. ലിംഗവ്യത്യാസം. ഈ ഭംഗിയുള്ള പീലികൾ ആൺമയിലുകൾക്ക് മാത്രമേ ഉള്ളൂ. പെൺമയിലിന് പീലികളില്ല. അവയ്ക്ക് തവിട്ട് നിറവും മങ്ങിയ രൂപവുമാണ്. ഇണയെ ആകർഷിക്കാനാണ് ആൺമയിൽ ഈ മനോഹരമായ പീലി ഉപയോഗിക്കുന്നത്. ശിരസിലെ കിരീടം. മയിലിന്റെ തലയിൽ ഒരു ചെറിയ കിരീടം പോലുള്ള തൂവലുകളുടെ കൂട്ടമുണ്ട്. 2. നൃത്തവും ആഹാരക്രമവും. മയൂര നൃത്തം.
മഴ വരുന്നതിന് മുന്നോടിയായും ഇണചേരുന്ന സമയത്തും ആൺമയിൽ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത് കാണാൻ അതിമനോഹരമാണ്. ചാരക്കുരങ്ങിന്റെ ഹനുമാൻ കുരങ്ങിന്റെ പ്രത്യേകതകൾ. 1. രൂപം, നിറം. ഇവയുടെ ശരീരം പൊതുവെ ചാരനിറത്തിൽ കാണപ്പെടുന്നു. വയറിന്റെ ഭാഗത്ത് നിറം കുറവായിരിക്കും. മുഖം കറുത്ത നിറത്തിലും രോമങ്ങൾ ഇല്ലാത്തതുമാണ്. വാൽ. ഇവയ്ക്ക് ശരീരത്തേക്കാൾ നീളമുള്ള നീണ്ട വാലുണ്ട്. ഇത് പലപ്പോഴും മുകളിലേക്ക് വളഞ്ഞോ താഴേക്ക് തൂങ്ങിക്കിടന്നോ കാണാൻ പറ്റുക. കാറിനടുത്ത് കണ്ട ഒരു ഹനുമാൻ കുരങ്ങ്, ചാരക്കുരങ്ങ്. കാടിനോട് ചേർന്നുള്ള യാത്രക്കിടെ കിട്ടിയ മനോഹരമായ ദൃശ്യം. ഞങ്ങളുടെ കാർ യാത്രക്കിടെ അപ്രതീക്ഷിതമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കുസൃതിക്കാരനായ കുരങ്ങൻ. വണ്ടിയിൽ കയറാൻ ശ്രമിച്ച ഈ ചാരക്കുരങ്ങിന്റെ കൗതുകമുണർത്തുന്ന നിമിഷങ്ങൾ. മാൻ ഒരു സസ്യാഹാരം മാത്രം കഴിക്കുന്ന സസ്യാഹാരി, സസ്തനിയും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മൃഗം, വേട്ടയാടപ്പെടുന്ന മൃഗവുമാണ്. ലോകമെമ്പാടും ഏകദേശം 60-ലധികം മാൻ വർഗ്ഗങ്ങൾ കണ്ടുവരുന്നു. 1. പ്രധാന പ്രത്യേകതകൾ. കൊമ്പുകൾ. ആൺമാനുകൾക്കാണ് സാധാരണയായി കൊമ്പുകൾ ഉണ്ടാവാറ്. ചില വർഗ്ഗങ്ങളിൽ പെൺമാനുകൾക്കും കാണാം. ഈ കൊമ്പുകൾ എല്ലുകൊണ്ട് നിർമ്മിച്ചവയാണ്. മറ്റ് മൃഗങ്ങളുടെ കൊമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ വർഷം തോറും പൊഴിച്ചു കളയുകയും പിന്നീട് പുതിയത് വളരുകയും ചെയ്യുന്നു. ഇണചേരുന്ന സമയത്തും പോരടിക്കുമ്പോഴുമാണ് ഇവ കൊമ്പുകൾ ഉപയോഗിക്കുന്നത്. വേഗതയും ചാട്ടവും. അപകടം തിരിച്ചറിഞ്ഞാൽ അതിവേഗം ഓടാനും ഉയരത്തിൽ ചാടാനും ഇവയ്ക്ക് കഴിയും. ഇത് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ശ്രദ്ധയും കേൾവിശക്തിയും. മാനിന് വളരെ മികച്ച കേൾവിശക്തിയും മണത്തറിയാനുള്ള കഴിവുമുണ്ട്. വനത്തിലെ നേരിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയുടെ വലിയ ചെവികൾക്ക് സാധിക്കും. ഭക്ഷണം. പ്രധാനമായും പുല്ലുകൾ, ഇലകൾ, മുകുളങ്ങൾ, ചെറുചെടികൾ, പഴങ്ങൾ എന്നിവയാണ് ഇവയുടെ ആഹാരം. 2. സാമൂഹിക ജീവിതം. മിക്ക മാൻ വർഗ്ഗങ്ങളും കൂട്ടങ്ങളായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കൂട്ടമായി ജീവിക്കുമ്പോൾ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുന്നു. കൂട്ടത്തിലെ ഒരംഗം അപകട സൂചന നൽകിയാൽ മറ്റുള്ളവ ഉടൻ തന്നെ പ്രതികരിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. 3. ഇന്ത്യയിലെ പ്രധാന മാൻ വർഗ്ഗങ്ങൾ. ഇന്ത്യയിലെ വനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ചില പ്രധാന മാൻ വർഗ്ഗങ്ങൾ ഇവയാണ്. പുള്ളിമാൻ. തിളക്കമുള്ള തവിട്ടു നിറത്തിൽ വെളുത്ത പുള്ളികളുള്ള ഇവ കേരളത്തിലെ കാടുകളിൽ ധാരാളമുണ്ട്. സാമ്പാർ മാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻ വർഗ്ഗങ്ങളിൽ ഒന്നാണിത്. ഇവയ്ക്ക് കട്ടിയുള്ള രോമങ്ങളും വലിയ കൊമ്പുകളുമുണ്ട്. കേഴമാൻ. വലിപ്പം കുറഞ്ഞ ഇവ ഭയപ്പെടുമ്പോൾ ഒരു നായയെപ്പോലെ കുരയ്ക്കുന്ന ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. കാട്ടുപോത്ത്. ഗോർ വിവരണം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കന്നുകാലി വർഗമാണ് കാട്ടുപോത്ത്. ഇവ ലോകത്തിലെ ഏറ്റവും വലിയ കാളകളാണ്. പ്രധാന പ്രത്യേകതകൾ. ശരീരപ്രകൃതി. ഇവയ്ക്ക് വളരെ വലുതും ബലവത്തുമായ ശരീരമുണ്ട്. ശക്തമായ പേശികളും ഉയരമുള്ള മുതുകിലെ കൂനുമാണ് ഇവയുടെ പ്രത്യേകത. നിറം. മുതിർന്ന കാട്ടുപോത്തുകൾക്ക് നല്ല കടും തവിട്ടു നിറമോ കറുപ്പ് നിറമോ ആയിരിക്കും. എന്നാൽ ഇവയുടെ കാലുകളുടെ മുട്ടിന് താഴെയുള്ള ഭാഗം വെള്ള നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലോ കാണപ്പെടും. കൊമ്പുകൾ. ആൺപോത്തിനും പെൺപോത്തിനും കൊമ്പുകൾ ഉണ്ടാകും. കൊമ്പുകൾ വശങ്ങളിലേക്ക് വളഞ്ഞ് മുകളിലേക്ക് വളരുന്നു. ഇവ വളരെ ബലമുള്ളതാണ്. ഭക്ഷണം. പ്രധാനമായും പുല്ലുകൾ, ഇലകൾ, കായ്കൾ എന്നിവയാണ് ഇവയുടെ ആഹാരം.
മസനഗുഡി വഴി ഊട്ടി, പ്രകൃതിയുടെ വിസ്മയ കാഴ്ച. പച്ചപ്പിന്റെയും നിശബ്ദതയുടെയും ഒരു മാന്ത്രിക ലോകമാണ് മസനഗുഡി പാതയിലൂടെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നീലഗിരി മലനിരകളുടെ താഴ്വരയിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര മുകളിലേക്ക് പോകുന്തോറും കാഴ്ചയിലും അനുഭവത്തിലും വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നു. താഴ്വാരങ്ങളിൽ വരണ്ട കാടുകളുടെ മഞ്ഞളിമയാണെങ്കിൽ, ഉയരം കൂടുമ്പോൾ കോടമഞ്ഞിന്റെ കുളിരും നിത്യഹരിത വനങ്ങളുടെ പച്ചപ്പും നമ്മെ പൊതിയും. റോഡിന് ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തി തണുത്ത ഒരിടം സൃഷ്ടിക്കുന്നു. അകലെ തേയിലത്തോട്ടങ്ങളുടെ പച്ചപരവതാനികൾ കാണാം. മലയിടുക്കുകളിലൂടെ ഊർന്നിറങ്ങുന്ന മഞ്ഞിൻ കണങ്ങൾ കാടിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി അതിന്റെ വന്യമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു എന്നതാണ്. മരച്ചില്ലകളിലെ കിളികളുടെ കളകളാരവവും കാടിന്റെ നിശബ്ദതയിൽ കേൾക്കുന്ന മൃഗങ്ങളുടെ ശബ്ദവുമാണ് ഈ പാതയിലെ സംഗീതം. ഓരോ വളവുകൾ തിരിയുമ്പോഴും പുതിയൊരു കാഴ്ചയും പുതിയൊരു തണുപ്പും നമ്മെ കാത്തിരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു അനുഭവം കൂടിയാണ് മസനഗുഡി റൂട്ടിലൂടെയുള്ള ഈ യാത്ര. ഇതാ ആകാശത്തേക്ക് നോക്കൂ. മേഘങ്ങൾക്കിടയിൽ മഴയുടെ കണ്ണീർ വറ്റിയപ്പോൾ വെളിച്ചത്തിന്റെ കരവിരുതുകൊണ്ട് വിരിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ക്യാൻവാസ് ആണിത്. മഴയുടെ അവസാനം പ്രത്യാശയുടെ സന്ദേശവുമായി 7 നിറങ്ങൾ ചാലിച്ചെഴുതിയ സ്വർഗത്തിൽ നിന്നുള്ള വർണ്ണപ്പാലം. ഇതൊരു കാഴ്ച മാത്രമല്ല, ഇരുൾ മാറുമ്പോൾ പ്രകാശത്തിൻ്റെതായ ഒരു സന്തോഷത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ദൃശ്യ സൗന്ദര്യം. താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ മലയുടെ രൂപം കാഴ്ചയിൽ അതിമനോഹരമാണ്. ഈ ഭാഗം ഉഷ്ണമേഖലാ വനങ്ങളും കുറ്റിക്കാടുകളും ചേർന്നതാണ്. പ്രകൃതി ഭംഗി, മലയുടെ പച്ചപ്പ്, നീലിച്ച ആകാശം, വളഞ്ഞു പോകുന്ന റോഡ് എന്നിവയെല്ലാം ചേരുമ്പോൾ ഈ ദൃശ്യം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വഴിയോര കാഴ്ചകളിൽ സെനിക് റൂട്ട് ഒന്നായിരിക്കാം. നീലഗിരി മലനിരകളുടെ വന്യമായ സൗന്ദര്യം. മസനഗുഡിയിലെ പച്ചപ്പാർന്ന ഈ മലകൾ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. ഈ മലനിരകളാണ് ഊട്ടിയുടെ തണുപ്പിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ഓരോ വളവിലും കാടിന്റെ ശാന്തതയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും ഈ യാത്രയെ അവിസ്മരണീയമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ യാത്രാ വീഡിയോകൾക്കും എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ കുരിക്കൽ എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. ടീം കുരിക്കൽ എന്റർടൈൻമെന്റ്. ഷംസുദ്ദീൻ, മുസ്തഫ, ഷിഹാബ്, ഫൈസൽ, ഷമീം, യൂനുസ് എന്നിവരോടൊപ്പം